സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14 അതിൻ്റെ 1 തിരുവചനം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1 തിരുവചനത്തിൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കുവാൻ, അഥവാ നമ്മുടെ ഹൃദയത്തെ ഇളക്കി മറിക്കുന്ന, കലക്കുന്ന ഈ ലോകസംബന്ധമായ വിവിധ വിഷയങ്ങൾ, അതിൽ നാം വീണ് നശിച്ചു പോകാതിരിക്കാൻ നാം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് ലോകരക്ഷകനായ ദൈവപുത്രൻ ഈ പ്രഭാതത്തിൽ നമ്മോട് ഉപദേശിക്കുന്നത്. ഇവിടെ കർത്താവ് പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോടായി പ്രസ്താവിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന്. ഹൃദയം കലക്കുന്ന വിവിധ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന, കലക്കുന്ന, ആശങ്കയിലാഴ്ത്തുന്ന വിവിധ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ നമ്മെ കലക്കുമ്പോൾ അതിൽ നാം കുടുങ്ങി നാം നമ്മെ തന്നെ നശിപ്പിക്കുന്നവരായി തീരുവാനിടയാവും. അഥവാ നമ്മുടെ സമയവും നമ്മുടെ സൽപ്രവൃത്തികളും അത് നാം കുടുംബത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ ചെയ്യാനിരിക്കുന്ന നന്മകൾക്ക് തടസ്സമായിത്തീരും. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകുവാൻ ഇടവരരുത്. എന്താണ് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കുവാൻ നാം ചെയ്യേണ്ട കാര്യം? അടുത്ത ഭാഗത്ത് കർത്താവ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിലും ദൈവപുത്രനിലും വിശ്വസിക്കണം. ഈ വിശ്വാസമാണ്, അഥവാ ദൈവത്തിലും അവിടുത്തെ പുത്രനായ ക്രിസ്തു യേശുവിലുമുള്ള വിശ്വാസമാണ് കലങ്ങി മറിയുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മെ ദൃഢചിത്തരാക്കി നിലനിൽക്കുമാറാക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ വേദനിപ്പിക്കുന്ന, കലക്കുന്ന, ആശങ്കകളിലാഴ്ത്തുന്ന വാർത്തകളല്ലേ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം മധ്യേ, അഥവാ ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് അതിജീവിച്ച് നേരിട്ട് മുന്നോട്ട് പോകുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കർത്താവ് നൽകുന്നത്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. ദൈവപുത്രനിൽ വിശ്വാസം അർപ്പിക്കുന്നവരാകണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ബലവാന്മാരായി നിലനിൽക്കുവാനിടയാകും. നമ്മുടെ ബലത്തെ ചോർത്തുന്ന എല്ലാ അവിശ്വാസത്തിൻ്റെ വിഷയങ്ങളിൽ നിന്നും
നമ്മെ കലക്കുന്ന വിവിധ വിഷയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസമാണ്. അവിടുന്ന് ഈ ഭൂമിയിൽ മാനവരക്ഷയ്ക്കായി അയച്ച ലോകരക്ഷകനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അത് നമ്മെ കലങ്ങിമറിയുന്ന ഈ പ്രപഞ്ചത്തിൽ അത് നിലനിന്ന് മുന്നോട്ട് പോകുവാൻ, നന്മകൾ പ്രാപിക്കുവാൻ ഇടവരുത്തും. ആമേൻ.